Hello students, integral test എന്താണെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. എങ്ങനെയാണ് നമ്മുടെ സീരീസിന്റെ ടേമും ഇന്റഗ്രലിന്റെ ഫംഗ്ഷനും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് അറിയാനാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്. അത് നോട്ടിൽ ഇല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ സൈഡിലൊക്കെ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഈ പ്രൂഫിലേക്ക് വരാം. സീരീസ് സിഗ്മ k equal to 1 to infinity fk converges if and only if integral 1 to infinity ft dt exists. അതാണ് നമുക്ക് ആദ്യമേ ചെയ്യാനുള്ള പ്രൂഫ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിമിറ്റിനെ പറ്റി ആലോചിക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ fk എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. x1 x2 എന്നായിരിക്കും. അപ്പോൾ 1/n² fn 1/n² ft 1/t² എന്ന് എഴുതിയതുപോലെ നിങ്ങൾ കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ k-1 ഉം k ഉം ഒക്കെ ഇന്റഗ്രൽ പോയിന്റ്സ്. k-1 k എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ft യെ പരിഗണിക്കുകയാണ്. കൺസിഡർ ft ഇൻ k-1 k. അപ്പോൾ k-1 3 ആകാം, k 4 ആകാം. അപ്പോൾ k-1 എന്ന് പറയുന്നത് 1/3² ഇൻ അവർ എക്സാമ്പിൾ, k എന്ന് പറയുന്നത് 1/4² ഇൻ അവർ എക്സാമ്പിൾ. 1/3² ഉം 1/4² ഉം തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാം. ദാറ്റ് മീൻസ് fk-1 ഉം fk യും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാം. എന്താണ് ഇതിലാരാ വലുത്? 1/3² വലുത്. ഇത്ര എളുപ്പമായിരിക്കണമെന്നൊന്നുമില്ല. n² + 5n + 7 എന്നൊക്കെ ആയിരിക്കാം. 1/n² + 5n + 7 എന്നൊക്കെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ ആകാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ft ഡിഫൈൻ ചെയ്യുക. എനിവേ ദ ഫംഗ്ഷൻ ഈസ് പോസിറ്റീവ് ഡിക്രീസിങ് ആണെങ്കിൽ fk-1 വലുതായിരിക്കും. അല്ലെ ഇതിനെ തിരിച്ചെഴുതിയ f of k < f of k-1 എന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ മനഃപൂർവ്വമാണ് ഇവിടെ സ്പേസ് ഇട്ടത്. അപ്പോൾ ഇതിനിടയ്ക്കാണ് ഇന്റഗ്രലിന്റെ തിയറി അനുസരിച്ച് k-1 തുടങ്ങി k വരെയുള്ള ഫംഗ്ഷന്റെ വാല്യൂ. ഇന്റഗ്രൽ k-1 to k ft dt lies between if the function is decreasing. f of k ആയിരിക്കും അപ്പോൾ ചെറുത്. f of k < ഇന്റഗ്രൽ k-1 to k ft dt value of the function at k-1 f of k-1. അത് ഫംഗ്ഷൻ ഡിക്രീസിങ് ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇന്റഗ്രലിന്റെ വാല്യൂ fk-1 ലെഫ്റ്റിലും fk റൈറ്റിലും ആയിരിക്കും. അപ്പോൾ അത് ഇന്റഗ്രേഷനിൽ നിന്നുള്ളൊരു റിസൾട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതില്ല. അപ്പോൾ അതെല്ലാം ചെയ്യാൻ പോയാൽ നമ്മുടെ പ്രൂഫ് വലുതാവും. ടെക്സ്റ്റിലുള്ളതിൽ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ ഞാൻ പ്രൂഫിലിപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്റഗ്രലിന്റെ പ്രൂഫും കൂടെ എഴുതുക എന്നുള്ളത് അത് ഇന്റഗ്രേഷന്റെ റിസൾട്ടാണ്, നമ്മുടെ റിയൽ അനാലിസിസിന്റെ കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ആ പ്രൂഫ് ഒഴിവാക്കാം. പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടൊന്നും അല്ല. പ്രൂഫ് നമ്മൾ ഡിക്രീസിങ് ഫംഗ്ഷൻ ആകുമ്പോൾ f is a positive decreasing. Therefore in closed interval k-1 k we have f of k ആയിരിക്കും ചെറുത്. f of k will be a lower limit for integral k-1 to ഈ closed interval ഫംഗ്ഷന്റെ വാല്യൂ k ft dt less than or equal to f of k-1 f of k യേക്കാളും ഡിക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് വലുതായിരിക്കും. ഇന്റഗ്രേഷനിൽ നിന്നുള്ള റിസൾട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിന് എടുത്താൽ മതി. നൗ ഫോർ k equal to 1 to k equal to 2 3 etc. k equal to 2 k-1 എടുക്കുമ്പോൾ അപ്പോൾ 1 ആവും. k equal to 1 എടുത്താൽ k-1 0. അങ്ങനെ നമുക്ക് സീരീസിൽ ടേം ഇല്ല, അതാണ് അതെടുക്കാത്തതിന് കാര്യം. k equal to 2 3 etc. up to n. Write all these inequalities and add the inequalities. അപ്പോൾ k equal to 2 എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വേണമെങ്കിൽ ഞാനെല്ലാം എഴുതി കാണിക്കാം. f2 ഇത് ബുക്കിൽ എഴുതിയിട്ടില്ല കേട്ടോ. f2 < ഇന്റഗ്രൽ k equal to 2 ആകുമ്പോൾ ഇത് ഇന്റഗ്രൽ 1 to 2 ft dt < f of 1 എന്നാവും. k equal to 3 എഴുതിയാൽ f3 < ഇന്റഗ്രൽ k-1 ആകുമ്പോൾ 2 to 3 ft dt < f of k equal to 3 അല്ലേ. അപ്പോൾ f of k-1 2 എക്സെട്ര എവിടെ വരെ എഴുതാനാ പറഞ്ഞേ? k equal to n എഴുതിയാൽ k equal to n. അപ്പോൾ ഇവിടെ fn < ഇന്റഗ്രൽ fn k equal to n. അപ്പോൾ n-1 to n ft dt < റൈറ്റ് സൈഡിൽ എഴുതുന്ന f of
k minus 1, k equal to n, f of n minus 1 എന്ന് നമുക്ക് കിട്ടും. k equal to 2, 3, etc. up to n കൊടുക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം എക്സാമിന് എഴുതി കാണിക്കണം എന്ന് നിർബന്ധമില്ല. ഇനി അടുത്ത റിസൾട്ട് എഴുതിയാൽ മതി. ആഡിങ് ഓൾ ദീസ് ഇനീക്വാളിറ്റീസ്. അപ്പം 3 പോർഷൻസ് ഉണ്ട് ഇനീക്വാളിറ്റീസിൽ. എല്ലാ പോർഷൻസിലും നമ്മൾ ആഡ് ചെയ്യുവാണ്. ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക? f2 plus f3 plus etc. plus fn. f of 2 ഇനീക്വാളിറ്റിയുടെ ആദ്യത്തെ പാർട്ടിൽ പ്ലസ് f of 3 plus etc. plus f of n less than or equal to integral 1 to 2 സെയിം ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ എഴുതുക 2 to 3 plus etc. plus integral n minus 1 to n ft dt. ft dt ഇതാണ് കമ്പൈൻ ചെയ്യേണ്ടത്. കമ്പൈൻ ചെയ്യുവാണെങ്കിൽ ബ്രാക്കറ്റ്സ് ഇങ്ങനെ ഓഫ് ft dt ഓഫ് ft dt. ft dt ഏതായാലും എഴുതത്തില്ല. ft dt ഇന്റഗ്രൽ ഇത്രയും സെയിം ഫംഗ്ഷൻ തന്നെയാണ്. അതുകൊണ്ട് ഇന്റഗ്രലിനെ ഞാൻ കമ്പൈൻ ചെയ്തു ഓഫ് ദ ഫംഗ്ഷൻ ft dt. അതും വേണേൽ ബ്രാക്കറ്റ്സ് ഉപയോഗിക്കാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാ കിട്ടും? റൈറ്റ് സൈഡിലെ പാർട്ടിൽ കമ്പൈൻ ചെയ്താൽ എല്ലാം ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. f1 k equal to 2, k equal to 3, k equal to n കിട്ടുന്ന ഇനീക്വാളിറ്റീസ് എല്ലാം ആഡ് ചെയ്യുവാണ്. f1 plus f2 plus etc. ലാസ്റ്റ് ഇനീക്വാളിറ്റിയിൽ fn minus 1 വരെ വന്നിട്ടുള്ളൂ. ഇനി f2 എന്ന് പറയുന്നത് നമ്മളുടെ x2 ആണ് സീരീസിനെ സംബന്ധിച്ച്. f of 2 തന്നെ വിളിക്കണ്ടേ. ഇത് x3 ആണ്, ഇത് xn ആണ്. അപ്പോൾ അവിടെ x1 അല്ലെങ്കിൽ x1 ഈക്വൽ ടു f of 1 മാത്രം വന്നിട്ടില്ല, ബാക്കിയെല്ലാം ഉണ്ട്. x1 x2 plus etc. plus xn എന്ന് പറയുന്നത് sn ആണ്. ഇപ്പൊ sn-ൽ അവിടെ ഒരെണ്ണം കുറവുള്ളൂ, x1 കുറവുള്ളൂ. ഇപ്പൊ നമ്മൾ ഫംഗ്ഷന്റെ പേരിൽ എഴുതുന്നത് x1 എന്ന് പറയുന്നത് f of 1 ആണ്. sn minus f of 1, that is left side sn minus f of 1. കാരണം ഇതാണ് x1 plus etc. plus xn ഈക്വൽ ടു sn. x1 എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എഴുതുന്നത് f of 1 ആണ്, xn എന്ന് പറയുന്നത് f of n എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ f1 മാത്രമേ ഇല്ല. അപ്പോൾ sn minus f1 എടുത്താൽ ലെഫ്റ്റ് സൈഡ് ആയി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 plus 2 to 3 plus etc. അത് കണ്ടിന്യൂസ് ആയിട്ടാണ്. ഇന്റഗ്രൽ ആണ്, ഒരു പോയിന്റ് പോലും കണ്ടിന്യൂസ് ആണ്, മിസ് ചെയ്തിട്ടില്ല. 1 to n ആണ് എഴുതിയിരിക്കുന്നത്. ഇന്റഗ്രൽ 1 to n ft dt. ഇന്റഗ്രൽ 1 to n ft dt ആണ് എടുക്കുന്നത്. ഇന്റഗ്രൽ a to b plus b to c കണ്ടിന്യൂസ് ആണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഇന്റഗ്രൽ a b is between b അല്ല c ആയിരുന്നു നിങ്ങൾ അന്നേരം പഠിച്ചത് ആ ഡെഫിനിഷൻ. c is between a and b. ഇന്റഗ്രൽ a to c plus ക്ലോസ്ഡ് ഇന്റർവെൽസിൽ ഇന്റഗ്രൽ c to b ഒരു പോയിന്റ് പോലും മിസ് ചെയ്യുന്നില്ല. ഇന്റഗ്രൽ a to b എന്ന് ഇന്റഗ്രലിനെ എഴുതാമെന്ന് നമുക്കറിയാം. ഇന്റഗ്രേഷന്റെ ഒരു ഇന്റർവെൽ സമ്മേഷൻ റൂൾ ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ തന്നെ എഴുതിയേക്കുന്നത് ഇവിടെ പറഞ്ഞ പോലെയാണെങ്കിൽ f1 ഈസ് x1, f2 ഈസ് x2, fn minus 1 ഈസ് xn minus 1. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് x1 തുടങ്ങി xn minus 1 വരെയുള്ള ടൈംസ് ഉണ്ട്. x1 തുടങ്ങി xn വരെയുള്ള സം sn ആണ്. x1 തുടങ്ങി xn minus 1 വരെയുള്ള സം അപ്പോൾ എന്താ, അത് sn minus 1 ആണ്. ഇതെല്ലാം റീസൺസ് ആണ്, ഇതൊക്കെ ഒന്നും ഒരിടത്തും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കാണുന്നത് sn minus 1 ആണ്. sn minus f1 less than or equal to integral 1 to n ft dt less than or equal to sn minus 1 എന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടി. ദിസ് ഈസ് ഇക്വേഷൻ 1. ഇത് വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് ആണ്. അപ്പോൾ ഇന്റഗ്രൽ ടെസ്റ്റിന്റെ ആദ്യത്തെ പാർട്ടിന്റെ പ്രൂഫ് ഇപ്പൊ തീരാൻ പോവാണ്. സിഗ്മ k ഈക്വൽ ടു 1 to infinity fk എന്ന് പറയുന്നത് നമ്മുടെ സീരീസ് കൺവേർജ് ചെയ്യുന്നത് ഇന്റഗ്രൽ 1 to infinity ft dt എന്ന് പറയുന്ന ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ്. അല്ല ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സീരീസിന്റെ സമ്മുണ്ട്, സീരീസ് കൺവേർജ് ചെയ്യും എന്നാണ് പറയാൻ പോകുന്നത്. ഇനി സീരീസ് കൺവേർജ് ചെയ്യും എന്ന് വിചാരിക്കാം. ആദ്യം സീരീസ് കൺവേർജ് ചെയ്യുന്നെങ്കിൽ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് sn കൺവേർജ് ചെയ്യും എന്ന് ഉറപ്പാണ്. സീക്വൻസ് ഓഫ് പാർഷ്യൽ സം sn കൺവേർജ് ചെയ്യും. sn കൺവേർജ് ചെയ്യുന്നെങ്കിൽ അത് s-ലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന്റെ അർത്ഥം എന്നാ, ഇത് s-ലേക്ക് കൺവേർജ് ചെയ്യും. ആ സെന്റൻസ് ടു ഇൻഫിനിറ്റി s minus f of 1 less than or equal to ഇന്റഗ്രൽ ആ സെന്റൻസ് ടു ഇൻഫിനിറ്റി എഴുതുന്നത്. അപ്പോൾ സെന്റൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 1 to infinity ft dt എന്ന് എഴുതേണ്ടി വരും. ഇന്റഗ്രൽ 1 to infinity ft dt ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആ സെന്റൻസ് ടു ഇൻഫിനിറ്റി sn minus 1 എന്ന് പറയുന്നതും sn എന്ന് പറയുന്നതും തമ്മിലൊന്നും വ്യത്യാസമില്ല. n ഇൻഫിനിറ്റിയിൽ ഒരെണ്ണോ കുറഞ്ഞുള്ളൂ, എന്നാലും അത് ഇൻഫിനിറ്റിയിൽ തന്നെയാണ്. sn ടെൻസ് ടു s എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്റഗ്രൽ വാല്യൂ
ഇതിന് രണ്ടിനും ഇടയ്ക്കാണ്. ഇന്റഗ്രൽ വാല്യൂ ബൗണ്ടഡ് ആണ്. അതിന്റെ അർത്ഥം ഇന്റഗ്രൽ 1 to infinity ft dt exists. ഇന്റഗ്രൽ is bounded between these two values. ഇന്റഗ്രേഷന്റെ തിയറി വെച്ച് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അതിനർത്ഥം. ഇതൊന്നും നമ്മൾ നോട്ടിൽ എഴുതത്തില്ല. അപ്പൊ ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ടേക്കിംഗ് n tends to infinity. ഇന്റഗ്രൽ ഈസ് ബിറ്റ്വീൻ ദീസ് ടു ബൗണ്ട്സ് ആൻഡ് ഇന്റഗ്രൽ എക്സിസ്റ്റ്. ഇതിപ്പോ എപ്പോഴാ സീരീസ് കൺവേർജ് ചെയ്യുവാണെങ്കിൽ ഇന്റഗ്രൽ ലിമിറ്റ് as n tends to infinity എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഒന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത് എന്നാ പറയാ, തിരിച്ച് ഈ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇന്റഗ്രൽ 1 to infinity ft dt 1 to infinity ft dt അല്ല നമ്മുടെ കയ്യിലുള്ളത്, 1 to n ft dt ആണ്. 1 to n ആണെങ്കിൽ ലിമിറ്റ് n tends to infinity, അപ്പോൾ 1 to infinity ആയി. ഇന്റഗ്രൽ 1 to n ft dt ഈക്വൽ ടു ഇന്റഗ്രൽ 1 to infinity ft dt എക്സസ്. ഇന്റഗ്രൽ ടെസ്റ്റിന്റെ പാർട്ട് 1 ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷൻ ആണ്. അപ്പൊ ലിമിറ്റ് സീരീസ് കൺവേർജ് ചെയ്യുവാണെങ്കിൽ ഇന്റഗ്രൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇന്റഗ്രൽ ഉണ്ടെങ്കിൽ സീരീസ് കൺവേർജ് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഈ ഇന്റഗ്രലിനെ ഐ എന്ന് വിളിക്കുവാണെങ്കിൽ ഇന്റഗ്രലിനെ ഏത് ഇന്റഗ്രലിനെ, ഇന്റഗ്രൽ 1 to infinity-നെയാണ്. ആ ഇന്റഗ്രൽ ഉണ്ടെന്നാണ് അതിന്റെ കോൺവേഴ്സ് പാർട്ടിലെ അസംഷൻ. 1 to n ft dt അവിടെ എഴുതിയിരിക്കുന്നത്. 1 to infinity ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ ലിമിറ്റ് ഉണ്ട്. ഇതിന്റെ ലിമിറ്റ് എടുക്കുമ്പോൾ ഈ സൈഡിന്റെ ലിമിറ്റ് എടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എസ് എൻ മൈനസ് f1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് വിളിച്ചത് ഇന്റഗ്രൽ 1 to infinity ft dt ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എസ് എൻ മൈനസ് 1 ആണ്. അത് ലിമിറ്റ് എസ് എൻ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൽ നിന്ന് ലിമിറ്റ് എസ് എൻ രണ്ട് പെർട്ടിക്കുലർ വാല്യൂവിന് ഇടയ്ക്കാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആദ്യത്തേതിൽ തന്നെ ലിമിറ്റ് എസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ പ്ലസ് f1. ഇവിടുന്ന് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എസ് എൻ എന്ന്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എസ് എൻ, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എസ് എൻ എന്ന് ഈ സൈഡ് എടുത്തെഴുതി. ഇവിടുന്ന് ലിമിറ്റ് എസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ പ്ലസ് f1. അപ്പൊ അത് ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്, ഒന്ന് ഓർഡർ മാറ്റിയാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ പ്ലസ് f1, ഐ പ്ലസ് f1. അപ്പൊ ലിമിറ്റ് എസ് എൻ എന്ന് പറയുന്നത് സെന്റൻസ് ടു ഇൻഫിനിറ്റി, ഐക്കും ഐ പ്ലസ് എഫ് ഓഫ് 1 എന്ന് പറയുന്ന സീരീസിന്റെ ആദ്യത്തെ ടേം ആണ്. അത് അത്ര വലുതൊന്നും ആയിരിക്കത്തില്ല. അപ്പൊ ലിമിറ്റ് എസ് എൻ എന്ന് പറയുന്നത് ഐക്കും ഐ പ്ലസ് f1 ഇടയ്ക്കുള്ള ഒരു ഫിക്സഡ് വാല്യൂ ആണ് എന്നതുകൊണ്ട് പറയാൻ പറ്റി. അപ്പോൾ ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. ഇക്വേഷൻ 1 എഴുതുക. 1-ൽ നിന്ന് ക്ലിയർ ആണ്. ആ സെന്റൻസ് ടു ഇൻഫിനിറ്റി വി ഗെറ്റ് ദ ഇന്റഗ്രൽ ആൻഡ് ഫ്രം ദ മിഡിൽ പാർട്ട് ആൻഡ് ഫ്രം ദ ടു സൈഡ്സ് എസ് എൻ ആണെങ്കിലും എസ് എൻ മൈനസ് 1 ആണെങ്കിലും അത് സീരീസിന്റെ സമ്മിലേക്ക് പോകും. എസ് എൻ സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് കെ ആണ്. എസ് എന്ന് പറയുന്ന സെന്റൻസ് ടു ഇൻഫിനിറ്റി അത് എസിലേക്ക് പോകും, സീരീസിന്റെ സമ്മിലേക്ക് പോകും. അപ്പോൾ ഇന്റഗ്രൽ സീരീസിന്റെ സം കൊണ്ട് ബൗണ്ടഡ് ആവും. സീരീസിന്റെ സം ഇന്റഗ്രൽ കൊണ്ട് ഇതുപോലെ ബൗണ്ടഡ് ആവും. ഐക്കും ഐ പ്ലസ് f1 ഇടയ്ക്ക് സീരീസിന്റെ സം ലിമിറ്റ് എസ് എൻ കിടക്കും. അപ്പൊ അങ്ങനെ ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകണമെന്നില്ല. ഇക്വേഷൻ 1 എഴുതുക. ദെർഫോർ ഇന്റഗ്രൽ ഉണ്ടെങ്കിൽ സം ഉണ്ട്, ബൗണ്ടഡ് ആണ് എന്ന് പറയാൻ പറ്റും. സം ഉണ്ടെങ്കിൽ സം എക്സിസ്റ്റ് സീരീസിന്റെ സം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ ഉണ്ട്, ഇല്ലെങ്കിൽ രണ്ടും ഇല്ല. ഇന്റഗ്രൽ ഇല്ലെങ്കിൽ സീരീസ് സമ്മും ഇല്ല, സീരീസ് കൺവേർജ് ചെയ്യുന്നില്ല. സീരീസ് സം കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ ഇന്റഗ്രലും എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് ശരിക്കും ഇന്റഗ്രൽ കൺവേർജസ് ആൻഡ് സീരീസ് ഇന്റഗ്രൽ എക്സിസ്റ്റൻസ് ആൻഡ് സീരീസ് കൺവേർജൻസ് ഒക്കെ സൈമൾട്ടേനിയസ്ലി. ഇന്റഗ്രൽ ഉണ്ടെങ്കിൽ സീരീസ് കൺവേർജൻസ് ഉണ്ട്, ഇന്റഗ്രൽ ഇല്ലെങ്കിൽ സീരീസ് കൺവേർജൻസിന് പകരം ഡൈവേർജൻസ് ആയിരിക്കും. സീരീസ് കൺവേർജസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ഇന്റഗ്രൽ എക്സിസ്റ്റ്, ഇന്റഗ്രൽ എക്സിസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ സീരീസ് കൺവേർജസ്. ഒന്നില്ലെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി പറഞ്ഞിരിക്കുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ അടുത്തതും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നമ്മൾ ഇന്റഗ്രൽ ടെസ്റ്റിന്റെ പാർട്ട് 1 പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയാണ് എന്ന് നിങ്ങൾ ഓർക്കുക. ഇന്റഗ്രേഷന്റെ ഒരു റിസൾട്ട് ഇതാണ്. ഡിക്രീസിംഗ് ഫംഗ്ഷൻ ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ k-1k നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ആ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ നമുക്ക് ഡിക്രീസിംഗ് ആണ്, എഫ് കെ ചെറുതാണ്. എഫ് കെ മൈനസ് 1 കമ്പയർ ചെയ്താൽ എഫ് കെ ചെറുതെന്ന് പറയും. അതിനിടയ്ക്കാണ് k-1 തുടങ്ങി k വരെയുള്ള ഫംഗ്ഷന്റെ ഇന്റഗ്രൽ. ഈ റിസൾട്ടിൽ നിന്നാണ് എഫ് കെ, അത് ഇന്റഗ്രേഷനിലെ റിസൾട്ടാണ്. അത് നിങ്ങൾ പ്രൂവ് ചെയ്യാനൊന്നും ശ്രമിക്കണ്ട. ഓരോ ഡിക്രീസിംഗ് ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആയതുകൊണ്ട് എഫ് കെ ഈ സൈഡിൽ വന്നു, ഇൻക്രീസിംഗ് ആണെങ്കിൽ എഫ് കെ മൈനസ് 1 ഈ സൈഡിലും എഫ് കെ ആ സൈഡിലും വരും. ബാക്കി ഇന്റഗ്രൽ വാല്യൂ അതിനിടയ്ക്കാണ് എന്നും പറയാൻ പറ്റും. അപ്പൊ ആ റിസൾട്ട് ഈ ഭാഗവും ഇതും നിങ്ങൾ നോട്ട്സിൽ എഴുതണമെന്ന് നിർബന്ധമില്ല. ഫോർ കെ ഈക്വൽ ടു 2, 3 എക്സെട്ര അപ് ടു n മനസ്സിൽ ആഡ് ചെയ്താൽ മതി. ആഡിങ് ദ ഇൻഇക്വാളിറ്റീസ്. കെ ഈക്വൽ ടു 2 മനസ്സിലാലോചിച്ചാൽ മതി. f2 പ്ലസ് f3 പ്ലസ് എക്സെട്ര fn അത് sn മൈനസ് f1 ആവും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഈക്വൽ ടു 2
k minus 1 1. ഇത് 1 തുടങ്ങി n വരെ 1 to 2 2 to 3 അങ്ങനെ സം മനസ്സിലാലോചിച്ചാൽ മതി. ഇന്റഗ്രൽ 1 to n ft dt ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് k minus 1 വരെ പോകത്തുള്ളൂ. അപ്പോൾ sn minus 1 ലേക്ക് എത്തും. അപ്പോൾ ഇനി ഇവിടുന്ന് നേരിട്ട് പറയാം. then